കായിക്കര കുമാരനാശാൻ മെമ്മോറിയൽ അസോസിയേഷൻ സ്മാരകമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടേക്ക് വരുമ്പോൾ നമുക്ക് ഒരു പ്രവേശന കവാടം കാണാം. അത് കഴിഞ്ഞ് വലതു സൈഡില് ഒരു ഓഫീസ് സമുച്ചയവും കാണാം. നേരെ നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു പ്രതിമയും അതിൻ്റെ സൈഡിലായിട്ട് ഒരു മണ്ഡപവും വലതു സൈഡിലായിട്ട് ആശാന്റെ പേരിലുള്ള ഒരു പ്രൈമറി സ്കൂളും നമുക്ക് കാണാം. അവിടെ അദ്ദേഹത്തെ കുറിച്ച് പറയുവാണെങ്കിൽ മഹാകവി എൻ കുമാരൻ എന്നും അറിയപ്പെട്ടിരുന്നു അദ്ദേഹത്തെ. ആശാൻ എന്ന വാക്കിന്റെ അർത്ഥം ഗുരു അല്ലെങ്കിൽ അധ്യാപകൻ എന്നാണ്. അദ്ദേഹം ഗുരുനാരായണന്റെ പ്രമുഖ ശിഷ്യനും SNDP എന്നറിയപ്പെടുന്ന ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തിന്റെ ആദ്യ ജനറൽ സെക്രട്ടറിയുമായിരുന്നു. അദ്ദേഹം 1873 ഏപ്രിൽ 12 തിരുവനന്തപുരത്ത് നിന്നും 40 കിലോമീറ്റർ വടക്കുള്ള ഒരു തീരദേശ ഗ്രാമമായ കായിക്കരയിൽ ജനിച്ചു. തിരുവനന്തപുരം ജില്ലയിലെ അഞ്ചുതെങ്ങിനും ചിറയൻകീഴിനും സമീപമുള്ള വർക്കല ശിവഗിരിയുടെ തെക്ക് ഭാഗത്തായി കായിക്കര എന്ന തീരദേശ ഗ്രാമം സ്ഥിതി ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേര് നാരായണൻ എന്നും അമ്മയുടെ പേര് കാളി എന്നുമായിരുന്നു. കുട്ടിക്കാലത്തെ അദ്ദേഹത്തിന്റെ പേര് കുമാരു എന്നാണ്. സ്നേഹഗായകൻ, ആശയഗംഭീരൻ എന്നിങ്ങനെ അദ്ദേഹത്തെ അറിയപ്പെട്ടിരുന്നു. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത ഖണ്ഡകാവ്യം അദ്ദേഹത്തിന്റെ വീണപൂവ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ അവസാന കൃതി എന്ന് പറയുന്നത് കരുണയാണ്. കുമാരനാശാൻ, വള്ളത്തോൾ, ഉള്ളൂർ എന്നിവരാണ് മലയാളത്തിലെ ആധുനിക കവിത്രയം എന്നറിയപ്പെടുന്നത്. വീണപൂവ് എന്നാരംഭിക്കുന്ന വീണപൂവിൽ പൂവിന്റെ ജനനം മുതൽ മരണം വരെയുള്ള അതിസൂക്ഷ്മമായ ഘട്ടങ്ങൾ മനുഷ്യ ജീവിതത്തിന്റെ നൈമിഷകതയെ കേവലം 41 ശ്ലോകങ്ങളിലൂടെ ഹൃദയസ്പർശിയാംവിധം ചിത്രീകരിച്ചിരിക്കുന്നു. വീണപൂവ് 1907 ഡിസംബറിലാണ് കുമാരനാശാൻ വീണപൂവ് മിത്രവാദി പത്രത്തിൽ പ്രസിദ്ധീകരിച്ചത്. നളിനി, ലീല, ചണ്ഡാല ഭിക്ഷുകി, കരുണ, ദുരവസ്ഥ, പ്രരോധനം എന്നിവ പ്രസിദ്ധങ്ങളായ സൃഷ്ടികളാണ്. മഹാകവി മാത്രമായിരുന്നില്ല അദ്ദേഹം. സാമൂഹിക പ്രവർത്തകനും പ്രഭാഷകനും നിയമസഭാ സാമാജികനും എല്ലാറ്റിനുമൊപ്പം ഉന്നത നിലവാരം പുലർത്തിയ പത്രപ്രവർത്തകൻ കൂടിയായിരുന്നു. (1924) ജനുവരി 16 പല്ലനയാറ്റിൽ ബോട്ട് മുങ്ങിയാണ് അദ്ദേഹത്തിന്റെ 51-ാം വയസ്സിൽ അദ്ദേഹം മരണമടഞ്ഞത്. ഈ കാണുന്നതാണ് കേട്ടോ അദ്ദേഹത്തിന്റെ സ്മാരകമായിട്ട് പണിതിരിക്കുന്നത്.
ഇതിന്റെ ബാക്ക് സൈഡിലായിട്ടാണ് ഈ കടൽ തീരം കാണുന്നത്. നല്ല ഭംഗിയുള്ള ഒരു കടൽ തീരമാട്ടോ ഇത്. അവിടെ വിശ്രമിക്കാനുള്ള സ്ഥലമുണ്ട്. ഇവിടെ നിന്നിട്ട് നോക്കുമ്പോൾ ഉള്ള കടലിന്റെ ഭംഗി ഭയങ്കര ഭംഗിയാട്ടോ.